റവന്യൂ മന്ത്രിയും ഒല്ലൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ കെ രാജന് കടുത്ത വെല്ലുവിളി ഉയർത്തി NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ്. LDFന്റെ പൊള്ളയായ വികസനം തുറന്നു കാട്ടുമെന്നും ബിജോയ് തോമസ് പറയുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥ മുതലുള്ള കുടിവെള്ള പ്രശ്നം വരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണമാണ് മണ്ഡലത്തിൽ NDA നടത്തിവരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒല്ലൂർ മണ്ഡലത്തിലാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. മന്ത്രി കെ രാജൻ അടക്കം ജനവിധി തരുന്ന മണ്ഡലമാണ് ഒല്ലൂർ. ആ ഒല്ലൂരിലെ NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് നമ്മളുള്ളത്. അദ്ദേഹം രാവിലെ വലിയ തിരക്കിലൊക്കെ ആയിരുന്നു. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്തായാലും നമുക്ക് ബിജോയ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും വലിയ സന്തോഷത്തിലും അതേപോലെ തന്നെ ആവേശത്തിലുമാണ് ബിജോയ് ഏട്ടനുള്ളത്. ഇപ്പോൾ പ്രവർത്തകരും നേതാക്കളുമൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഒല്ലൂരിലെ രാഷ്ട്രീയം ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. അതിനെ മാറ്റേകിക്കൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നതോടുകൂടി വലിയ ത്രികോണ പോരാട്ടമൊക്കെയാണ് നടക്കുന്നത്. വിജയ് ഏട്ടാ, എങ്ങനെയുണ്ട്? നമസ്കാരം. അതെ. ഈ ചായയിലെ ചൂട് പോലെ തിളച്ചു മറിയുകയാണ് ഒല്ലൂരിലെ രാഷ്ട്രീയം. ചൂട് എപ്പോഴും ഉണ്ടല്ലോ, തിളച്ച് മറഞ്ഞു പോകില്ല, തിളക്കിയുള്ളൂ. എങ്ങനെയുണ്ട് ജനങ്ങളൊക്കെ? എങ്ങനെയുണ്ട് നമ്മൾ ഇറങ്ങി പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ മനസ്സൊക്കെ എങ്ങനെയാണ്? എന്താണ് ഒരു മാറ്റം കൊതിക്കുന്നുണ്ടോ ഒല്ലൂര്? തീർച്ചയായിട്ടും മാറ്റം കൊതിക്കുന്നുണ്ട്. ഒല്ലൂരിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. അപ്പോൾ വികസിത ഒല്ലൂരിന് വേണ്ടി ഒല്ലൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മണ്ഡലം കൂടിയാണ് ഒല്ലൂർ. അപ്പോൾ ആ അന്ന് നേടിയിട്ടുള്ള ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ ഇത്തവണ എത്തുമോ? എങ്ങനെയാണ് ഒല്ലൂർ പറയുന്നത്? ഒല്ലൂര് എത്തും. ഒല്ലൂരിലെ ജനങ്ങൾക്ക് താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് മടിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അന്ന് സുരേഷ് ഗോപിക്ക് ആ വിജയം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. 60,000-ഓളം വോട്ട് ഒല്ലൂരിൽ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വിജയമാണ്. ഒല്ലൂരിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യാനും തയ്യാറാണ്. ഒല്ലൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാനായിട്ടും തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ തെളിവാണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീണ്ടും അത് ആവർത്തിക്കും. ഈ ഒല്ലൂരിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും BJP ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ? ഏതൊക്കെയാണ്? ഇവിടുത്തെ ഭരണ പോരായ്മകളുണ്ടോ? കെ രാജൻ അടക്കം ജനവിധി തരുന്ന മണ്ഡലമാണ്, റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഒരുപാട് പൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് സത്യത്തിലേക്ക് BJP നടക്കുകയാണ് ചെയ്യുന്നത്. BJPക്ക് യാഥാർത്ഥ്യങ്ങളെ പറയാനുള്ളൂ. ഒല്ലൂരിൻ്റെ വികസന കാര്യങ്ങൾ ഒരു പുകമറ സൃഷ്ടിച്ചാലൊന്നും വികസനമാകില്ല എന്നുള്ളത് ഒല്ലൂരിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു 3-4 പതിറ്റാണ്ടുകളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സുവോളജി പാർക്ക് പുത്തൂരിലേക്ക് വന്നത്. അത് ഈ ഉദ്ഘാടന മാമാങ്കങ്ങളായിരുന്നു മാറി LDFും UDFും നടത്തിയിരുന്നത്. എന്നാൽ ആ ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് ആളുകളെ ധരിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണുന്നത്. നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഒല്ലൂരിൽ ആ സുവോളജി പാർക്കിൽ 10 മാനുകളെ തെരുവ് നായികൾ കടിച്ചു കൊന്നു എന്നുള്ളത്. ആ തെരുവ് നായികൾക്ക് ആ സുവോളജി പാർക്കിൻ്റെ ഉള്ളിലേക്ക്, മൃഗശാലയിലേക്ക് കടന്നു കയറാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവിടുത്തെ മൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടും കൂടിയുള്ള വഴിയുണ്ടാവുമല്ലോ. അങ്ങോട്ട് കിടന്നാൽ ഇങ്ങോട്ടും കിടക്കാം. അപ്പോൾ ഈ സുവോളജി പാർക്കിൻ്റെ ആ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടത്ര ഒരുക്കങ്ങളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നാളെ അതിൻ്റെ പരിസരവാസികളായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ ഭയപ്പാടോടുകൂടി കിട്ടുക. അവിടെ മൃഗങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ മൃഗങ്ങൾ നാളെ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഗൗരവമായിട്ട് കാണുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ജലജീവൻ മിഷൻ്റെ ഫണ്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൈപ്പുകൾ ഇട്ട് വീടുകളിലേക്ക് കണക്ഷനൊക്കെ കൊടുത്തു. പക്ഷേ വെള്ളം കൊടുത്തിട്ടില്ല. അത് കേന്ദ്ര വിഹിതം കൊടുക്കുകയും എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അതിൽ വേണ്ടത്ര രീതിയിൽ നൽകാത്തത് കൊണ്ടാണ് ആ പദ്ധതികളെല്ലാം തന്നെ പൂർത്തീകരിക്കാനായിട്ട് കഴിയാതെ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിന്നുണ്ട്. ഇപ്പോഴും കുടിവെള്ളത്തിൻ്റെ ക്ഷാമം നിൽക്കുന്നു. അതായത് നാട്ടു റോഡുകൾ മുതൽ കുടിവെള്ളം വരെ ചൂടേറിയ ചർച്ചയാവും ഒല്ലൂരിൽ, അല്ലേ? തീർച്ചയായിട്ടും ആവും. അപ്പോൾ അതിൽ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പാണഞ്ചേരി പഞ്ചായത്തും നടത്തറ പഞ്ചായത്തും പുത്തൂര് പഞ്ചായത്തും വരുന്ന ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന ഡാമിൽ നിന്ന് ആരംഭിക്കുന്ന മണലിപ്പുഴ,
ആ മണലിപ്പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയിലാണ്. രാത്രിക്ക് രാമാനം ഇറങ്ങി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്യാമ്പുകളിലേക്ക്, സ്കൂളുകളിലേക്കും ക്യാമ്പുകളിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഒരു ശാശ്വത ഒല്ലൂരിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്ന ഒരു